ഞാനിന്ന് ഒരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഈസി ആയിട്ട് വളരെ എളുപ്പം തന്നെ നമുക്ക് അല്ലെങ്കിലും മോരുകറി തയ്യാറാക്കാം. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് നമുക്കൊന്ന് ഉടച്ച് മോരാക്കി മാറ്റാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉലുവാപ്പൊടി ചേർക്കണം മോരുകറിക്ക്. ഉലുവാപ്പൊടിയാണ് മോരുകറിയുടെ രുചി കൂട്ടുന്ന ഇൻഗ്രീഡിയൻസുകളിൽ ഒന്ന്. പിന്നെ അതേപോലെ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. വേണ്ടവർക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മുളക് പൊടിയും കൂടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. ചട്ടിയല്ല, മൺകലത്തിലാണ് ഞാനിവിടെ മോരുകറി വെക്കാറുള്ളത്. അപ്പോൾ കലം ചൂടായി ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് കടുക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. ഇനേബിൾ ചെയ്യുന്ന സമയം തന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നല്ല ഫീഡ്ബാക്കുകൾ തരിക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കടുക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകവും കൂടെ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മൾ തേങ്ങ അരച്ച മോരുകറി വെക്കുന്നതെങ്കിൽ നമുക്ക് ഈ ജീരകം അതിൻ്റെ കൂടെ തേങ്ങയുടെ കൂടെ ഇട്ട് നമുക്ക് അരച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ജീരകപ്പൊടിയായാലും നമുക്ക് ചേർത്താൽ മതി. അപ്പം ഞാൻ ഇങ്ങനെ കടുകിൻ്റെ കൂടെ തന്നെ ഇട്ടാണ് എടുക്കുന്നത്. ഇതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങൾ: പച്ചമുളക്, കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതായി, കറിവേപ്പില, ഒരു വറ്റൽമുളക് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് നല്ല ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ല ഒന്ന് മൂത്ത് വന്ന് അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച മോര് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. കാരണം മൺകലമായതുകൊണ്ട് തന്നെ നല്ല ചൂട് അതിനകത്ത് കാണും കുറേ നേരത്തേന്. ഒത്തിരി ചൂടാവുന്നിടം വരെ വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് പീരിയം വെള്ളം പോലെ ആയിപ്പോകും കേട്ടോ. അതുകൊണ്ട് മൺകലത്തിൽ, മൺചട്ടിയിൽ എന്തൊരു സാധനം വെച്ചാലും പെട്ടെന്ന് ഇപ്പം നമുക്ക് എടുക്കാനുള്ളതാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് നല്ല ഒന്ന് ചൂടായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോളെ തീ ഓഫ് ചെയ്തിട്ട് ആ അടുപ്പിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങി മാറ്റി വയ്ക്കണം. അപ്പോൾ എളുപ്പം തന്നെ നമുക്കൊരു കറി റെഡിയായി, ഒരു മോര് കറി. അപ്പോൾ ഇത് ഈസി ആയിട്ട് എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ തന്നെ വരുന്നതാണ്. ടാറ്റാ, ഓക്കെ, ബൈ.